നമസ്കാരം, എല്ലാവർക്കും കുടുംബിയുടെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പിട്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ നല്ല സപ്പോർട്ടോടെ മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മുള കൊണ്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഒരു ഗ്ലാസ് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നല്ല മഴയാണ്, ഞങ്ങൾ ഈ മഴയത്ത് പോയിട്ടാണ് ഈ മുളയെല്ലാം ഇന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ഒരു മുള വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ഉണ്ടാക്കി എടുക്കാനുള്ള വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതിനോടൊപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഒരു മുള കൊണ്ട് ഗ്ലാസ് ഉണ്ടാക്കാം. നമുക്കിവിടെ ഗ്ലാസ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നല്ല ഒരു വിളഞ്ഞ മുളയാണ് വേണ്ടത്. വിളഞ്ഞെന്ന് വെച്ചാൽ തടിക്ക് നല്ല കടുപ്പവും നല്ല ദൃഢതയുമുള്ളതായിട്ടുള്ളൊരു മുളയാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ആ മുള എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിങ്ങുണ്ട്, ആ മുളയിൽ ഓരോരോ റിങ്ങുണ്ട്. ആ റിങ്ങിന് തൊട്ട് താഴെയായിട്ട് മാക്സിമം ഒരു 2 സെൻറ്റിമീറ്റർ താഴെയായിട്ട് നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ആ റിങ്ങിന് തൊട്ട് താഴെ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ഗ്ലാസ്സിന് വലിപ്പം അത് എത്രമാത്രം വേണോ അതിന് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ നീളം കൂടുതൽ നമ്മൾ അത് കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ ഒരു അളവിലൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുളയുടെ തൊട്ട് മുകളിലായിട്ടൊരു പൂ കാണും. ഈ പൂ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ഈ പൂ നമ്മൾ കട്ട് ചെയ്ത് കളയണം. മുളയുടെ തൊട്ട് മുകളിലുള്ള പൂ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എക്സോയുടെ പാത്രം കഴുകുന്ന ഒരു നെറ്റുണ്ട്. നമ്മുടെ വീടുകളെല്ലാം ഇത് കിട്ടുന്നതാണ്, പാത്രം കഴുകുന്ന നെറ്റ്. ഇത് പുതിയതായിരിക്കണം. ഈ പാത്രം കഴുകുന്ന നെറ്റ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത പീസിൽ നല്ല ബലം കൊടുത്ത് നല്ല പോലെ ഇതുപോലെ സ്ക്രാച്ച് ചെയ്യണം. സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ഗ്രീൻ ആ ഒരു ലെയർ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ഒരു ലെയർ നമുക്ക് പോയി നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടണം. അതുപോലെ നമ്മൾ നല്ല ബലം കൊടുത്ത് ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഏകദേശം ആ ഒരു ഗ്രീൻ ലെയർ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു എക്സോയുടെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ സൈഡെല്ലാം നല്ല വൃത്തിക്ക് നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഗ്ലാസ്സിന് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഷേപ്പിൽ നല്ലപോലെ സൈഡ് 2 താഴെയും മുകളിലുള്ള സൈഡ് 2 എഡ്ജും നല്ലപോലെ നമ്മൾ ചിരണ്ടിയെടുക്കണം. നമ്മൾ സാൻഡ് പേപ്പറിൽ ചെയ്യുമ്പോൾ 2 സൈഡും നല്ല നിരപ്പായ രീതിയിൽ കിട്ടുന്നവരെ നമ്മൾ 2 വശവും നല്ല വൃത്തിയായിട്ട് നല്ലപോലെ ചെയ്യണം. ഇപ്പം ഇവിടെ ഏകദേശം ഞാൻ നല്ല വൃത്തിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 ഗ്ലാസിൻ്റെയും താഴെയും മുകളിലുമായിട്ടുള്ള വക്കുകൾ നമ്മൾ നല്ല ഷേപ്പിൽ പേപ്പറിൽ നല്ല പോലെ കയ്യിൽ പേപ്പർ കട്ട് ചെയ്ത് കൈ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് കൈ കൊണ്ട് നമ്മൾ ചിരണ്ടി നല്ല പോലെ 2 വക്കുകളും നല്ലപോലെ ചിരണ്ടി നല്ല ആ ഒരു ഷേപ്പിൽ ഒരു ഗ്ലാസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ താഴെ മുകളിലും കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ അവിടെ റിങ് വരുന്നുണ്ട്. ആ റിങ് നമ്മൾ സാൻഡ് പേപ്പറിൽ നല്ല പോലെ ഉരച്ച് ആ റിങ് ഒരല്പം തേച്ച് എടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഏകദേശം ആ ഒരു റിങ് നല്ലപോലെ തേച്ച് നല്ലൊരു
മിനുക്കം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗ്ലാസ്സിന് നമ്മൾ ഒരു പിടിയാണ് ഇനി പിടിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ള ഒരു പിടി നമ്മളിവിടെ അതുപോലെ ഈ ഒരു മുളയിൽ ഉണ്ടാക്കുന്ന ഗ്ലാസ്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിടി നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുളയുടെ പീസിൻ്റെ വക്കുകൾ നമ്മൾ പകുതി കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്ന മുളയുടെ ഗ്ലാസിൻ്റെ പിടി പോലും നമ്മളിവിടെ മുള ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുളയുടെ വക്കാണ് നമ്മൾ കണ്ടിച്ച് 50ഓളം നമ്മൾ എടുത്തിട്ട് നമ്മളിവിടെ നല്ല ഷേപ്പ് ചെയ്ത് പിടിയായിട്ട് പിടിപ്പിക്കുന്നത്. ഇനി വേണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പിടിയായിട്ട് പിടിപ്പിക്കേണ്ട ആ ഒരു പീസ് നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല ഷേപ്പ് ചെയ്ത് നമ്മൾ സാൻഡ് പേപ്പറിൽ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ ഗ്ലാസും പിടിയും നമ്മൾ നല്ല വൃത്തിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കപ്പിൻ്റെ പിടിയുടെ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പ് മഞ്ഞപ്പൊടിക്കകത്തും ഉപ്പ് പൊടിക്കകത്തും ഇട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ കപ്പിന് കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ഇത് പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടാക്കിയ കപ്പ് നമ്മൾ മഞ്ഞപ്പൊടിയിലും ഉപ്പ് പൊടിയിലും നല്ല പോലെ വെള്ളത്തിൽ തിളപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ കപ്പിന് കേടുപാടുകളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ട് പുഴുങ്ങുന്നത്. മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയിട്ട വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കപ്പും അതിൻ്റെ പിടിയും നമുക്ക് അതിനകത്തോട്ട് ഇടാം. ഒരു 25 മിനിറ്റ് വരെ ഈ വെള്ളത്തിനകത്ത് ഈ കപ്പും ഈ പിടിയും കിടന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പും പിടിയും ഒരു തണുത്ത വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കപ്പിലോട്ട് പിടി ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എറാലൈറ്റിൻ്റെ ഗമ്മാണ്. ഇത് രണ്ടും മിശ്രിതമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തേച്ചാലേ ഈ പിടി നമുക്ക് കപ്പിലോട്ട് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഈ ഗമ്മ് നമ്മൾ തേച്ച് കഴിഞ്ഞ് നമ്മൾ പിടി കപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ നല്ല മഴയാണ്, ഞങ്ങൾ ഈ മഴയത്താണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.